തിരക്ക് പിടിച്ച ദിവസം. അപ്പൊ തിരക്കോടെ വാരും. ഇപ്പൊ 2 കൊല്ലായിട്ട് സങ്കടം സഹിക്കാൻ വയ്യ. സങ്കടം സഹിക്കാൻ വയ്യ. തലയിലെല്ലാം കൈവച്ച കരയുന്നേ. ഒരു ഭാര്യനെ ഇല്ല ആരോട് നേടുന്നാലേ കിട്ടുക. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഒരു തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. അപ്പൊ തിരക്ക് പിടിച്ച ദിവസം എന്ന് പറയാൻ കാരണം എന്താ? തിരക്ക് തന്നെ. ഫുള്ള് രാവിലെ തൊട്ട് ഫുള്ള് തിരക്ക് തന്നെ. ഒന്നെന്ന് വെച്ചാൽ ഫുഡ് വെക്കേണ്ട തിരക്ക്, പിന്നെ അത് കഴിഞ്ഞ് പോകേണ്ട തിരക്ക്, പിന്നെ അതിനുശേഷം ചില ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കേണ്ട തിരക്ക്. അപ്പൊ തിരക്കുകൾ എന്തൊക്കെയാന്ന് നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ തിരക്ക് പിടിച്ച ഈ ദിവസത്തിന്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ ഈ വ്ളോഗും കൂടി എടുക്കുന്നത്. അപ്പൊ പിന്നെ പറയാൻ വേണ്ടല്ല, ഫുൾ ഓഫ് തിരക്ക്. അപ്പൊ തിരക്ക് പിടിച്ച ഡേ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യം തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, അത് എടുക്കാൻ വിട്ടുപോയി. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതിനുശേഷം ഇതാ പുറത്തേക്ക് തെണ്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ തെണ്ടാൻ വേണ്ടി പോകുന്നതിന് ഇതാ പുറപ്പെടുന്നതിന് മുന്നേ ഇതാ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നാണ്. അപ്പൊ നമ്മള് പുറത്ത് പോകാൻ വേണ്ടിട്ട് മാറ്റിയിട്ട് വരാട്ടോ. അയ്യോ, കള്ളക്കൊര ഒരക്കുന്നു. കള്ളക്കൊര ആദ്യത്തെ കൊര ശരിയാ, രണ്ടാമത്തത് കള്ളക്കൊര. ലിയൂട്ടിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ദാ ഇവളാണ് സർപ്രൈസ്. കള്ളക്കരച്ചൽ കണ്ടുണ്ടാക്കി കറിയ കഷ്ടപ്പെടുന്നുണ്ട്. വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ആ കരഞ്ഞൂട് കള്ളക്കരച്ചൽ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? കള്ളക്കരച്ചിലേരിയെ കണ്ണിൽ ചിരിച്ചുകൊണ്ട് കരയുന്നു. ചെരുപ്പ് പോയ വൈ കണ്ടിക്കില്ല. ലിയൂട്ടി അതാരാ? ഞാൻ കൊടുക്കൂല. ലിയൂട്ടി ആരാ വന്നേ? ലിയൂട്ടി ആരാ വന്നേ? ഈ സങ്കടം സഹിക്കാൻ വയ്യ. തലയിലെല്ലാം കൈവച്ച കരയുന്നേ. എടുത്തൂട് വേണം. കിട്ടിപ്പോയേ. ലിയൂട്ടിക്ക് കുട കിട്ടി. ഓളെ ഫേവറേറ്റ് കളറാ അത്. ലിയു ഓക്ക് ഇഷ്ടപ്പെട്ട കളറാണ് അത്. നടന്നോ? ഇതെന്ത് ചൂടല്ല അപ്പോ? കണ്ണു കുത്തി പോறது. കൊടയും ചൂടി പോന്നുണ്ട്. ഹലോ, സ്കൂൾ പോവാ? ആ, കണ്ണു കുത്തണത്. കൊന്നിക്ക്. ആ, ഹലോ, കൊടക്കാരിനെ കാണുന്നില്ല. ഹലോ, കൊടയെല്ലാം ചൂടി സ്കൂളിൽ പോണ്ടേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭക്ഷണമെല്ലാം ആക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാ ഉപ്പേരിയും കറിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഭക്ഷണം കൊടുക്കുന്ന ലിയൂട്ടിക്കാണ് കേട്ടോ. കാരണം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ, നമ്മൾ അമ്മമാർ മക്കൾക്ക് കൊടുത്തിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യം ലിയൂട്ടിക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇതെന്തൊരു കഷ്ടാന്ന്. ഒരാളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഇത് എത്ര ആൾക്കാരാണ് ചുറ്റും. വാവേനെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. എല്ലാവരും ചുറ്റും നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് വിഷയമൊക്കെ മാറ്റി കഴിപ്പിക്കുകയാണ്. അതിനുശേഷം ഞാൻ കഴിച്ച് ഏറ്റവും പണി ഇവരെ പുറപ്പെടിക്കല. എന്താ അമ്മേ? പാവാടക്കരിയ ഇതിലൂടെ വിട്ടുകൊടുത്താലോ? നിക്ക്
അത് പാവാട ഇട്ടേ. ആദ്യമായിട്ട് ഇങ്ങനെയെല്ലാം പാവാട കേറി കേറി. നല്ല ഡ്രസ് അമ്മച്ചേ, ഡ്രസ് ഇടിയിക്കുന്ന കണ്ടൂടാ. ടാറ്റ പോവാ. ഡ്രസ് ഇടിയിക്കുന്ന ഇഷ്ടമല്ലാത്തൊരു കൊച്ചായിപ്പോ എന്റെ കൊച്ച്. നിക്ക് സുന്ദരി 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 സുന്ദരിന്റെ ഷൂ എല്ലാം കൂടി എന്തല്ലോ ആയി. വാവ്, ഹായ് കൊടുക്ക്. ഹായ് 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 ഹായ്. പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു. ഞാക്ക് മൂഡ് ശരിയില്ല. ഡ്രസ്സെല്ലാം വലിച്ച് ചാടുന്നത് ഇഷ്ടപ്പെടില്ല. അതൊക്കെ അതൊക്കെ ടാറ്റ എടുക്ക്. വേറെ ഇല്ല. തിരക്ക് പിടിച്ച ദിവസം അപ്പൊ തിരക്കോടെ വരട്ടെ. കഴിഞ്ഞു, മുടി കഴിഞ്ഞു. മുടി ഇത്രേ ഉള്ളൂ. സമയം വൈകിയോ? ഇതിന് തിരക്ക് പിടിക്കാൻ പറ്റില്ല. ഇതൊന്നും ഇത്തിരി ആറണം. അയ്യോ, ഇത്രയും വേഗത്ത് പുറപ്പെടുന്ന ഒരു ഭാര്യനെ ഈ ലാലോടെ നേടുന്നാലേ കിട്ടുക. സ്പീഡിൽ കഴിഞ്ഞു. യാലിയേന്റെ പൗഡർ ഞാൻ പൊക്കി. ഇത് ഹിമാലയന്റെ പൗഡറാണ് യാലിയേക്ക് യൂസ് ചെയ്തെന്നൊക്കെ കണ്ട്. അപ്പോൾ യാലിയേക്ക് സെബാമെഡിന്റെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കിട്ടിയ ഹിമാലയന്റെ പൗഡർ ചാടാൻ പറ്റില്ലല്ലോ. ഇത് അമ്മമാർക്ക് യൂസ് ചെയ്യാം, അച്ഛന്മാർക്ക് യൂസ് ചെയ്യാം, വീട്ടിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പൊ അയ്യോ സമയം പോന്നിട്ടോ കഥയും പറഞ്ഞിട്ട്. പൗഡർ മതി, ഇത്തിരി വേണം. പൊട്ട് പൊട്ടിന്റെ ഷേപ്പ് എല്ലാം മാറിയും തോന്നുന്നു. എന്തെല്ലോ ഷേപ്പ് വട്ടാണോ? അതെ ആവട്ടെ. പൊട്ടെല്ലാം കൂടി ഒരു സൈഡോട്ടായി പോയി. അപ്പൊ കഴിഞ്ഞു. അപ്പൊ മൊത്തം പുറപ്പെടില്ല. കഴിഞ്ഞ് പിന്നെ ഒരു സാധനം ഉണ്ട്, കുങ്കുമം. അത് തൊടണ്ടേ? തൊട്ടേക്കാം. സാധാരണ പുറപ്പെടുന്ന ഇത് ആവശ്യമില്ലേ? ഇപ്പൊ 2 കൊല്ലായിട്ട് ഇതും ആവശ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്പീഡുള്ള പുറപ്പെടില്ലേ. ഇനി പോവുക അല്ലേ? പൗഡർ ഇടുക. അയ്യോ കുറച്ച് കൂടി പോയോന്നൊരു സംശയം. പൗഡർ 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 ഇതിങ്ക. അയ്യോ നല്ല കൂളായിട്ട് ഇവിടെ അച്ഛൻ്റെ ഓടിപ്പോ മറിച്ചിങ്ങനെ പെരക്കി കഴിഞ്ഞത്. കുറച്ചിട്ടോ ഇങ്ങോട്ടത്. എന്തെല്ലാം സഹിക്കണം ഈ ആലിയ. ഈ പ്രാതത്തെ അമ്മേനെയും കൊണ്ട് രക്ഷയില്ല. അവളെ മുഖത്തുള്ള ഭാവം നിങ്ങൾ വായിച്ചെടുക്കുന്നുണ്ടോ? എല്ലാം കൂടി മൈക്കിൾ ജാക്സണിലോട്ടായോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെബാമെഡ് കേട്ടോ. ന്യൂ ബോൺ ബേബിയുള്ള അമ്മമാർക്ക് പറഞ്ഞു തരികയാണ്. കാരണം ഹിമാലയൻ്റെ അത്ര നല്ലൊന്നല്ല യൂസ് ചെയ്യേ. ഇത് യൂസ് ചെയ്യുക. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. കുറച്ച് പിശുക്കി ഉപയോഗിച്ചായി അല്ലേ? ഇതാരെ വണ്ടി ഓടിക്കുന്നേ? അങ്ങനെ നമ്മുടെ തിരക്ക് പിടിച്ച ദിവസത്തിൽ ഞങ്ങൾ തിരക്ക് പിടിച്ച് പുറത്തേക്ക് പോവാണ്. യാലിയെ ചിരിക്കുന്നുണ്ടോ? തിരക്കിൻ്റെ ഇടയ്ക്ക് യാലിയേക്ക് പിരികം വരയ്ക്കാനും പൊട്ടുപാടാനൊക്കെ മറന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്നത് അതായത് ഒരു വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ലാലുവേട്ടൻ്റെ ഒരു ബിസിനസ് സുഹൃത്തിൻ്റെ വണ്ടി ഇറക്കാൻ വേണ്ടി പോവുകയാണ്.
അപ്പോൾ ആലിയൻ്റെ കഥ ഒന്നും പറയണ്ട കേട്ടോ. ഷോറൂം മൊത്തത്തിലൊന്ന് ഇളക്കി മറിച്ചിട്ടുണ്ട്. അവിടെയുള്ള വണ്ടികളൊക്കെ കുലുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാലുവേട്ടന് വണ്ടി മേലൊക്കെ എടുത്ത് കയറ്റി. എന്നിട്ടൊന്നും അവളുടെ കുരുത്തക്കേട് നിന്നില്ല. അവസാനം ചില്ല് കുത്തി പൊളിക്കുകയാണ്. അവസാനം ചില്ല് തുറന്ന് അപ്പുറം പോകുന്നുള്ള രീതിയായപ്പോൾ ലാലുവേട്ടന് എടുത്തുണ്ടോന്ന്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സോഫയമ പഞ്ഞു കയറല്. എൻ്റെ ദൈവമേ, ഇതെന്തൊരു കുരുത്തക്കേടാണോ. എല്ലാ മക്കൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ. അവർ നടന്നു തുടങ്ങിയാൽ പിന്നെ പേരൻസിൻ്റെ കാര്യം പിന്നെ ഗോവിന്ദയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തൊക്കെ പോയി നൈറ്റ് കേട്ടോ. അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ തിരക്ക് പിടിച്ച ദിവസം അതാ ഇവിടെ കൈയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ഓക്കെ ബായ്. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.